വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് അനുശ്രീ. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിഗ്രി ലെവൽ എക്സാംസിന് എക്കണോമിക്സിന്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്ന റിപ്പീറ്റഡ് ഏരിയാസ് ഏതൊക്കെയെന്ന് നോക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ നമ്മൾ 2021 തൊട്ടിട്ട് 2025 വരെയുള്ള പ്രിലിംസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ ഓരോ ഫേസസിൽ നടന്ന പ്രിലിംസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്തിട്ട് ഏതൊക്കെ ഏരിയയിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതെന്നും ആ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോയിലേക്ക് കടക്കാം. അപ്പം എക്കണോമിക്സിന്റെ കാര്യം പറയുമ്പോൾ നമ്മളിപ്പോൾ 2021 തൊട്ടിട്ട് 25 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നോക്കുമ്പോൾ പ്രധാനമായിട്ടും വന്നിട്ടുള്ള ഒരു ഭാഗമാണ് RBI മോണിറ്ററി പോളിസി, ഫിസ്ക്കൽ പോളിസി എന്ന ഭാഗം. അതായത് RBIയുടെ മോണിറ്ററി പോളിസിയും അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ ഫിസ്ക്കൽ പോളിസിയും, ഈ രണ്ട് ഭാഗത്തു നിന്നും റിപ്പീറ്റഡ് ആയിട്ട് ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും നമുക്ക് ഈ ഒരു എക്കണോമിക്സിന്റെ ഭാഗത്തു നിന്ന് ഈ ഒരു സെക്ഷനിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഷുവർ ഷോട്ട് ആയിട്ട് ഉള്ളതാണ്. സോ ഇത് കൃത്യമായിട്ട് എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. ഇപ്പം മോണിറ്ററി പോളിസിയും ഉണ്ട്, ഫിസ്ക്കൽ പോളിസിയും ഉണ്ട്. ഈ രണ്ട് പോളിസീസിൽ തന്നെ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും ഏതാണ്, മോണിറ്ററി പോളിസിയാണ്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. നോക്കിക്കോളൂ. ഇതിപ്പോൾ ലേറ്റസ്റ്റ് വന്ന ക്വസ്റ്റ്യൻ പേപ്പറിലാണ് ഫൈൻഡ് ഔട്ട് ദ ഇൻസ്ട്രുമെന്റ്സ് ഓഫ് മോണിറ്ററി പോളിസി ഇൻ ഇന്ത്യ. ഇന്ത്യയുടെ മോണിറ്ററി പോളിസിയിലെ ഇൻസ്ട്രുമെന്റ്സ് ഏതൊക്കെയെന്നാണ് ചോദ്യം. ഞാൻ ചോദ്യം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, ആൻസേഴ്സും റിലേറ്റഡ് ഫാക്ടൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ക്വസ്റ്റ്യൻസ് കാണിക്കുക, ഇമ്പോർട്ടന്റ് ഏരിയാസ് ഒന്ന് ഐഡന്റിഫൈ ചെയ്ത് തരിക എന്നുള്ളതാണ്. സോ നമ്മൾ ഇതിന്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഇനി നമ്മൾ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ കമന്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ഇതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഓരോ ക്വസ്റ്റ്യൻസിന്റെയും റിലേറ്റഡ് ഫാക്ട് വിത്ത് എക്സ്പ്ലനേഷന്റെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഇതിപ്പം നമുക്ക് മോണിറ്ററി പോളിസിയുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമായിരുന്നു. അപ്പം നമ്മുടെ മോണിറ്ററി പോളിസിയുടെ ഇന്ത്യയിലെ ഇൻസ്ട്രുമെന്റ്സ് ഏതൊക്കെയെന്നതായിരുന്നു ചോദ്യം. ഇതിന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. 1 and 3, 1ഉം 3ഉമാണ് ഇവിടെ ശരിയായിട്ടുള്ളത്. MSFും അതുപോലെ തന്നെ SLRും. MSF SLRും ആണ് മോണിറ്ററി പോളിസിയുടെ ടൂൾസ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ഇതും നമുക്ക് നമ്മുടെ RBIയുടെ മോണിറ്ററി പോളിസിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പൊ ഇവിടെയൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇതിപ്പം റിപ്പോ റേറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ഈ ചോദ്യങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാവുന്നത് എന്താ, നമുക്ക് കൂടുതലും സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസ്, അത്യാവശ്യം ആ കൺസെപ്റ്റ് അറിയുന്നവർക്ക് കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ചോദ്യം തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. സോ ഇവിടെ റിപ്പോ റേറ്റിനെ പറ്റിയുള്ള ചോദ്യമാണ്. ഈ ഒരു ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. റിപ്പോ റേറ്റിന്റെ ഒരു ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ എ ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തൊരു ചോദ്യം ഇതേ ഭാഗത്ത് നിന്ന് തന്നെ വന്നേക്കുന്നതാണ്. അപ്പൊ നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് വന്നേക്കുന്ന ക്വസ്റ്റ്യൻസ് കാണിച്ചു തരാ എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സോ ഇത് നോക്കിക്കേ, വിച്ച് ഈസ് ദ ബെസ്റ്റ് പോളിസി കോമ്പിനേഷൻ ഫോർ RBI ടു റെഡ്യൂസ് മണി സപ്ലൈ ഇൻ ദ എക്കോണമി. അതായത് നമ്മുടെ എക്കോണമിയിലെ മണി സപ്ലൈനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മണി സപ്ലൈനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് RBI ഏത് കോമ്പിനേഷനാണ് ഇതിൽ ചൂസ് ചെയ്യുന്നത്, ഏത് കോമ്പിനേഷനാണ് എടുക്കുന്നത് എന്നുള്ള ചോദ്യമായിരുന്നു. ഇതിന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഇൻക്രീസ് റിപ്പോ റേറ്റ്, ഇൻക്രീസ് റിവേഴ്സ് റേഷ്യോ ആൻഡ് ഓപ്പൺ മാർക്കറ്റ് സെയിൽ ഓഫ് ബോൺസ് എന്നുള്ളതാണ്. അപ്പൊ ഇത് കൃത്യമായിട്ടും എന്താണ് RBIയുടെ മോണിറ്ററി പോളിസിയും ഏതൊക്കെയാണ് ആ പ്രധാനപ്പെട്ട ഇൻസ്ട്രുമെന്റ്സ് എന്നും, ബാങ്ക് റേറ്റ് എന്താ, റിപ്പോ റേറ്റ് എന്താ, SLR എന്താ, റിവേഴ്സ് റിപ്പോ റേറ്റ് എന്താ, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് എന്താ, ഇതൊക്കെ കൃത്യമായിട്ട് അറിയുന്നവർക്ക്, ഈ ഓരോ ടൂൾസും RBI എപ്പോഴാണ് എടുക്കുന്നത് എന്ന് കൃത്യമായിട്ട് അറിയുന്നവർക്ക്, ആ കോൺസെപ്റ്റ് നന്നായിട്ട് അറിയുന്നവർക്ക് സുഖമായിട്ട് ഇങ്ങനത്തെ ചോദ്യത്തിന്റെ ആൻസർ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഈ ഒരു ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ആണ്, 2 only എന്നുള്ളതാണ് ഈ ഒരു ചോദ്യത്തിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തതും ഇതേ ഭാഗത്തു നിന്ന് വന്നേക്കുന്ന ചോദ്യമാണ്. നിങ്ങൾ നോക്കിയേ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് അബൌട്ട് മോണിറ്ററി പോളിസി ഓഫ് RBI. RBIയുടെ മോണിറ്ററി പോളിസിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശരിയായ പ്രസ്താവന ഏത് എന്നുള്ള ചോദ്യമാണ്. ഇതിന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. ഓൺലി 1 and 2 എന്നുള്ളതാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. സോ ഇവിടെയൊക്കെ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അതായത് മോണിറ്ററി പോളിസിയുടെ ടൂൾസ്, മോണിറ്ററി പോളിസി RBI കൃത്യമായിട്ട് പഠിച്ചവർക്ക് ഇവിടെ എക്സാമിന് നിങ്ങൾക്ക് അവിടെ 1 മാർക്ക് ഷുവർ ഷോട്ട് ആണ്. സോ നിങ്ങൾ ആ ഒരു പോർഷൻ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ഇനിയും വന്നിട്ടുണ്ട് ഒരുപാട് ചോദ്യങ്ങൾ. ഇത് മറ്റൊരു ചോദ്യമാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫംഗ്ഷൻസ് ആർ കറക്റ്റ് അബൌട്ട് RBI. ഇത് RBIയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. അപ്പം RBI ഇമ്പോർട്ടന്റ് ആണ്, RBIനെ പറ്റി പഠിക്കണം, അതുപോലെ തന്നെ RBIയുടെ മോണിറ്ററി പോളിസിനെയും പറ്റി പഠിക്കുക എന്നുള്ളതാണ് ഇവിടെ ചെയ്യാൻ പറ്റുന്നത്. ഇതിപ്പോൾ RBIയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഈ സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം കറക്റ്റ് ആണ്. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതെന്നാണ് ചോദ്യം. ഈ സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം എന്താണ്, ഈ സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം കറക്റ്റ് തന്നെയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തൊരു ചോദ്യം നോക്കിക്കേ. ഇതും നമുക്ക് ഈ ഒരു ഭാഗവുമായി ബന്ധപ്പെട്ടതാണ്. നമ്മുടെ LAF, ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെന്റ് ഫെസിലിറ്റി ഒക്കെ ആയി ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യമാണ്, അല്ലെങ്കിൽ ഓട്ടോണമസ് ലിക്വിഡിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പൊ ഇതുപോലുള്ള നിരവധി ചോദ്യങ്ങൾ ഇവിടെ ഈ ഒരു സെക്ഷനിൽ നിന്ന് വരുന്നുണ്ടെന്ന് മനസ്സിലാക്കി വെക്കുക. ഈ ഒരു ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. ഓൺലി 2 and 4 എന്നുള്ളതാണ്. ഇവിടെ നോട്ട് കറക്റ്റ് ആണ് ചോദിച്ചേക്കുന്നത്. നമ്മുടെ LAFും ALും തമ്മിലുള്ള ഈ ഒരു സ്റ്റേറ്റ്മെന്റ്സിൽ ഏതാണ് നോട്ട് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ തെറ്റായിട്ടുള്ള പ്രസ്താവനകൾ രണ്ടാമത്തെ പ്രസ്താവനയും മൂന്നാമത്തെ പ്രസ്താവനയാണ്.
ഓക്കെ, ഇനിയും ഈ ഒരു സെക്ഷനിൽ നിന്ന് ചോദ്യമുണ്ട്. ഇവിടെ ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ അടുപ്പിച്ച് വന്നിരിക്കുന്ന 2 ക്വസ്റ്റ്യൻസ് ആണ്. നോക്കിക്കേ, രണ്ടും ഒരേ ഭാഗത്തു നിന്നാണ് വന്നിരിക്കുന്നത്. ഒന്നെന്താണ്, വിച്ച് എമംഗ് ദ ഫോളോയിങ് മെഷേഴ്സ് വിൽ റെഡ്യൂസ് ദ സപ്ലൈ ഓഫ് മണി ഇൻ ദ എക്കോണമി. അതായത് താഴെ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏത് മെഷർ ആണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ എക്കോണമിയിലെ മണി സപ്ലൈ കുറയ്ക്കുന്നത് എന്നതാണ് ചോദ്യം. അതായിരുന്നു ആദ്യത്തെ ചോദ്യം. അപ്പോൾ ഇവിടെ നമുക്ക് ഓപ്ഷൻ ബി, സെയിൽ ഓഫ് ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ബൈ RBI എന്നുള്ളതാണ് അവിടെ ശരിയായിട്ടുള്ളത്. ഇനി അതേ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ സെയിം ടോപ്പിക്കിൽ നിന്ന് മറ്റൊരു ക്വസ്റ്റ്യൻ വന്നേക്കുവാണ്. നോക്കിക്കേ, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് ആർ കറക്റ്റ് റിഗാർഡിംഗ് റിപ്പോ റേറ്റ് എന്നുള്ളതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഇതിന്റെ ആൻസർ എന്താണ്? ഇതിന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. റിപ്പോ റേറ്റുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം കണ്ടോ, റിപ്പോ റേറ്റും റിവേഴ്സ് റിപ്പോ റേറ്റും ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യനിൽ തന്നെ 2 തവണ വന്നിട്ടുണ്ട്. അപ്പൊ ഇത് നോക്കിക്കേ, ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ സെയിം ടോപ്പിക്കിൽ നിന്നും 2 ക്വസ്റ്റ്യൻസ് ആണ് വന്നിരിക്കുന്നത്. സോ മോണിറ്ററി പോളിസി പഠിച്ചു പോയ ഒരാൾക്ക് ഇവിടെ 2 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. അപ്പൊ ഇതാണ് ഞാൻ പറയുന്നത്, ഈ ഒരു ഏരിയ അത്രയും ഷുവർ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഇത്ര അധികം ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ്. സോ ഒരിക്കലും എന്ത് ചെയ്യരുത്, ഒരിക്കലും നിങ്ങൾ ഈ ഏരിയ ഒന്ന് സ്കിപ്പ് ചെയ്യരുത്. കൃത്യമായിട്ട് തന്നെ അത് മനസ്സിലാക്കി തന്നെ ആ കോൺസെപ്റ്റ് അറിഞ്ഞ് തന്നെ എന്ത് ചെയ്യണം, ഈ ഒരു സെക്ഷൻ നിങ്ങൾ പഠിച്ചു പോകണം. സോ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആർ കറക്റ്റ് റിഗാർഡിംഗ് റിപ്പോ റേറ്റ് എന്നുള്ള ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. 1, 2, 3 1, 2, 3 ആണ് അവിടെ ശരിയായിട്ടുള്ളതെന്ന് മനസ്സിലാക്കി വെക്കുക. അടുത്തൊരു ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം നോക്കിയേ, ദ മേജർ ഇൻസ്ട്രുമെന്റ്സ് യൂസ്ഡ് ബൈ RBI ഓഫ് ഇന്ത്യ ടു കൺട്രോൾ ക്രെഡിറ്റ് ഇൻക്ലൂഡ് എന്നുള്ളതാണ് ചോദ്യം. ഇതിന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. ഓൾ ആർ കറക്റ്റ് എന്നുള്ളതാണ്. നമ്മൾ സ്റ്റേറ്റ്മെന്റ്സ് ഏതാ കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓൾ ആർ കറക്റ്റ് എന്നുള്ളതാണ് ഇതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം. അടുത്തതും നോക്കിക്കേ, ഇപ്പൊ നമ്മൾ മോണിറ്ററി പോളിസിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ഇത്രയും നേരം കണ്ടത്. ഇതേപോലെ തന്നെ ഫിസ്ക്കൽ പോളിസിയുടെ ഭാഗത്തു നിന്നും ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ ഫിസ്ക്കൽ പോളിസിയുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്ന ഒരു ചോദ്യമാണ്, വാട്ട് ഡസ് ദ ഗവൺമെന്റ് ഡു ഇൻ എ കോൺട്രാക്ഷണറി ഫിസ്ക്കൽ പോളിസി. കോൺട്രാക്ഷണറി ഫിസ്ക്കൽ പോളിസിയിൽ ഗവൺമെന്റ് എന്താണ് ചെയ്യുന്നത് എന്നാണ് ചോദ്യം. ഇതിന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. ലോവർ ഗവൺമെന്റ് സ്പെൻഡിങ് ആൻഡ് ഹയർ ടാക്സസ്. ഗവൺമെന്റിന്റെ സ്പെൻഡിങ് കുറയ്ക്കുന്നു, ടാക്സ് റേറ്റ് കൂട്ടുന്നു എന്നതാണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. സോ മോണിറ്ററി പോളിസി എന്ന് പറയുന്നത് എക്കോണമിയിലെ മണി സപ്ലൈനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ RBI ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്ന പ്രധാനപ്പെട്ട പോളിസീസ് ആണ്. ഫിസ്ക്കൽ പോളിസി എന്ന് പറയുന്നത് നമ്മുടെ ഗവൺമെന്റിന്റെ പോളിസീസ് ആണ്. സോ കൃത്യമായിട്ട് തന്നെ ഈ ഒരു ഡിഫറൻസസ് മനസ്സിലാക്കി വെക്കുക. കൃത്യമായിട്ട് മോണിറ്ററി പോളിസി എന്താ, കൃത്യമായിട്ട് ഫിസ്ക്കൽ പോളിസി ടൂൾസ് എന്താണെന്ന് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. ഈ ഭാഗത്ത് നിന്ന് അത്രയധികം ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. സോ ഈ ഒരു ഏരിയ നിങ്ങൾ മറക്കരുത്, വിട്ട് കളയരുത്. ഇക്കണോമിക്സ് പഠിക്കുന്ന സമയത്ത് പഠിച്ചു വരുമ്പം കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യേണ്ട, ഏറ്റവും പ്രയോറിറ്റൈസ് ചെയ്ത് ഫോക്കസ് ചെയ്യേണ്ട ഒരു ഏരിയ തന്നെയാണ് ഇതെന്ന് പറയുന്നത്, മോണിറ്ററി പോളിസി, RBI ആൻഡ് ഫിസ്ക്കൽ പോളിസി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് എക്കണോമിക്സിന്റെ സെക്ഷനിൽ അടുത്ത ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഏരിയ ആണ് ഇന്ത്യൻ പ്ലാനിങ്. പ്ലാനിങ് എന്ന് പറയുന്നത് ഡിഗ്രി ലെവൽ എക്സാംസിന് മാത്രമല്ല, 10th ലെവൽ, 12th ലെവൽ, ഡിഗ്രി ലെവൽ, അങ്ങനെ എല്ലാ എക്സാംസിനും, ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാം എടുത്ത് നോക്കുകയാണെങ്കിലും എല്ലാ എക്സാംസിനും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് പ്ലാനിങ് അഥവാ ആസൂത്രണം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഇന്ത്യൻ പ്ലാനിങ്ങിന്റെ ഭാഗം വരുമ്പോൾ അതുപോലെ തന്നെ നീതി ആയോഗ്, പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ് നീതി ആയോഗ്, പ്ലാനിംഗ് കമ്മീഷൻ എന്നിവ. ഓക്കെ, അപ്പം നീതി ആയോഗ്, പ്ലാനിംഗ് കമ്മീഷൻ, ഇന്ത്യൻ പ്ലാനിങ്ങിന്റെ ചരിത്രം, 5 year പ്ലാൻസ്, ഈ 4 സെക്ഷനും കൂടി നമ്മൾ ഇന്ത്യൻ പ്ലാനിങ് എന്ന ഹെഡിങ്ങിന്റെ അണ്ടറിലാണ് പഠിക്കുക. സോ ഈ ഒരു ഏരിയയും എന്താണ്, നമ്മൾ മോണിറ്ററി പോളിസിയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ഏരിയയും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അപ്പം ഞാൻ ഈ ഏരിയയിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം അത് കാണുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി ക്ലിയർ ആവും. നോക്കിക്കേ, ഒന്നാമത്തെ ചോദ്യം നീതി ആയോഗിന്റെ ഭാഗത്തു നിന്നാണ്. നീതി ആയോഗിന്റെ ഭാഗത്തു നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ വന്ന് കാണുന്നുണ്ട്. അത് എല്ലാ എക്സാംസിനും വന്ന് കാണുന്നുണ്ട്. സോ ഇത് നോക്കിയേ, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് ആൻ ഒബ്ജക്റ്റീവ് ഓഫ്, അതായത് നീതി ആയോഗിന്റെ ഒബ്ജക്റ്റീവ് അല്ലാത്തത്, താഴെ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏതാണ് നീതി ആയോഗിന്റെ ഒബ്ജക്റ്റീവ് അല്ലാത്തത് എന്നാണ് ചോദ്യം. ഇതിന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ടു ഡെവലപ്പ് മെക്കാനിസംസ് ടു ഫോർമുലേറ്റ് ക്രെഡിബിൾ പ്ലാൻസ് അറ്റ് ദ സെൻട്രൽ ലെവൽ എന്നുള്ളതാണ് ഇവിടെ ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ ശ്രദ്ധിക്കുക, നീതി ആയോഗിന്റെ ഒബ്ജക്റ്റീവ്സുമായി ബന്ധപ്പെട്ടിട്ട് നിരവധി ചോദ്യങ്ങൾ പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുണ്ട്. അതായത് ഈ സെയിം ടോപ്പിക് നീതി ആയോഗിൽ തന്നെ, നീതി ആയോഗ് എപ്പോൾ എസ്റ്റാബ്ലിഷ് ചെയ്തു, അല്ലെങ്കിൽ നീതി ആയോഗിന്റെ ഫുൾ ഫോം എന്ത്, അങ്ങനെയുള്ള ചോദ്യങ്ങളല്ല, അതിനപ്പുറത്തേക്ക് മാറി നീതി ആയോഗിന്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ് തുടങ്ങിയ കാര്യങ്ങൾ കൃത്യമായിട്ടും സ്റ്റേറ്റ്മെന്റ് രീതിയിൽ ചോദിച്ച് കാണുന്നുണ്ട്. അപ്പൊ നീതി ആയോഗുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫാക്റ്റുകൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. അതുപോലെ തന്നെ ഇതിന്റെ ഒബ്ജക്റ്റീവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിച്ചു വെക്കണം. പിന്നെ എന്തെങ്കിലും കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് എന്തെങ്കിലും കാര്യങ്ങൾ വന്നാൽ അതും കൂടി എന്ത് ചെയ്യുക, അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുക. ഇനി ഈ ഒരു സെക്ഷനിൽ തന്നെ ചോദിച്ചിട്ടുള്ള, അതായത് നീതി ആയോഗിന്റെ ഭാഗത്തുനിന്ന് ചോദിച്ചിട്ടുള്ള മറ്റൊരു ചോദ്യം നോക്കാം. ഇത് ചോദിച്ചിരിക്കുന്നത്, ഇത് നീതി ആയോഗിന്റെ ഭാഗമല്ല, ഇത് നമ്മുടെ 5 year പ്ലാൻസ്, ഇന്ത്യൻ പ്ലാനിങ്ങിൽ തന്നെ 5 year പ്ലാൻസിന്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്ന ഒരു ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻ ആണ്. ഈ ചോദ്യം നോക്കിയേ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ്
ഗ്രോത്ത് അച്ചീവ്ഡ് ബൈ ഇന്ത്യൻ എക്കോണമി ഇൻ ദ 11th പ്ലാൻ പീരീഡ്. 11ാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ സമയം, അതായത് 11th പ്ലാനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇതിന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. ആൻ ആവറേജ് ഓഫ് 7.9%. അതായത് 11ാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ ഗ്രോത്ത് റേറ്റ് എത്ര എന്നതായിരുന്നു ചോദ്യം. അതാണ് ഇവിടെ ചോദ്യമായിട്ട് വന്നത്. അപ്പൊ ഇവിടെ നമ്മൾ നോട്ട് ചെയ്യേണ്ട കാര്യം എന്താ, നമ്മൾ സാധാരണ 5 ഇയർ പ്ലാൻസ് പഠിക്കുമ്പോൾ എല്ലാ 5 ഇയർ പ്ലാൻസിന്റെ ഒന്നും ഗ്രോത്ത് റേറ്റ് നമ്മൾ അങ്ങനെ പഠിച്ചു പോകാറില്ല. അപ്പൊ നമ്മൾ ഇവിടെ ഇപ്പൊ 11 ചോദിച്ചിട്ടുണ്ട്. സോ 11 ഇമ്പോർട്ടന്റ് ആണ്. അപ്പം പ്രധാനപ്പെട്ട 5 ഇയർ പ്ലാൻസിന്റെ ഗ്രോത്ത് റേറ്റ് കൃത്യമായിട്ട് തന്നെ പഠിക്കുന്നുണ്ടെന്ന് പഠിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അപ്പം 1ാം പഞ്ചവത്സര പദ്ധതി മുതൽ 12ാം പഞ്ചവത്സര പദ്ധതി വരെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് തന്നെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം. അത് ഡിഗ്രി ലെവൽ എക്സാമിന് മാത്രമല്ല, എല്ലാ ലെവലിലുള്ള എക്സാമിനും കൃത്യമായിട്ട് ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. സോ ആ ഒരു ഏരിയ ഒരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കൃത്യമായിട്ട് തന്നെ എന്ത് ചെയ്യുക, അത് പഠിച്ചിട്ട് തന്നെ, അത് ഊട്ടി ഉറപ്പിച്ചിട്ട് തന്നെ മുന്നോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അടുത്തൊരു ചോദ്യം നോക്കിക്കേ. Which one of the following was the main theme of India's 12th 5-year plan? നേരത്തെ 11ാം പഞ്ചവത്സര പദ്ധതിയാണ് ചോദിച്ചെങ്കിൽ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിരിക്കുന്നത് 12ാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ്. 12ാം പഞ്ചവത്സര പദ്ധതിയുടെ മെയിൻ തീം എന്ത് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ ബി, ഫാസ്റ്റർ, മോർ ഇൻക്ലൂസീവ് ആൻഡ് സസ്റ്റൈനബിൾ ഗ്രോത്ത് എന്നുള്ളതാണ് ഈ ഒരു ചോദ്യത്തിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പം ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്, നേരത്തെ ചോദിച്ച ചോദ്യത്തിൽ 11ന്റെ ഗ്രോത്ത് റേറ്റ് ആണ് ചോദിച്ചിട്ടുള്ളതെങ്കിൽ ഇവിടെ വന്നപ്പോൾ 12ാം പഞ്ചവത്സര പദ്ധതിയുടെ ഒബ്ജക്റ്റീവ് ആണ് ചോദിച്ചിട്ടുള്ളത്. സോ വളരെ ഇമ്പോർട്ടന്റ് ആണ്, കൃത്യമായും തന്നെ മനസ്സിലാക്കുക. അതായത് വിത്ത് പ്രൂഫ് ആണ് നമ്മൾ കാണിക്കുന്നത്, അല്ലാണ്ട് വെറുതെ വന്ന് ഈ ടോപ്പിക് ഇമ്പോർട്ടന്റ് ആണ് എന്ന് പറയുന്നതിലും നല്ലത് വിത്ത് പ്രൂഫ്. അതായത് ഈ ഒരു ടോപ്പിക് ഇമ്പോർട്ടന്റ് ആണ്, എന്തുകൊണ്ട് ഇമ്പോർട്ടന്റ് ആയി എന്നുള്ളതാണ് പറയുന്നത്. ഇതുപോലെ ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് വരുന്നുണ്ട്. ഇത് പ്രീവിയസ് ഇയറിലെ, അതായത് ഡിഗ്രി ലെവൽ എക്സാംസിൽ വന്നിരിക്കുന്ന ചോദ്യങ്ങളാണ്, പ്രിലിംസിൽ വന്നിരിക്കുന്ന ചോദ്യങ്ങളാണ്. ഓക്കെ, അടുത്തൊരു ചോദ്യം നോക്കിക്കോളൂ. The Inter-Ministerial Coordination Committee on the Multi-Dimensional Poverty Index constituted under Niti Aayog. Again, Niti Aayogന്റെ ഭാഗത്തു നിന്നാണ് ക്വസ്റ്റ്യൻ. Which of the following ministries and departments are included in the committee? അതായത് നമ്മുടെ ഇന്റർ മിനിസ്ട്രിയൽ കോർഡിനേഷൻ കമ്മിറ്റിയിൽ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ്സ് ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് എന്നതാണ് ചോദ്യം. നീതി ആയോഗിന്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്ന മറ്റൊരു വ്യത്യസ്തപരമായിട്ടുള്ളൊരു ചോദ്യമായിരുന്നു. സോ ഇതിന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. മിനിസ്ട്രി ഓഫ് വുമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫുഡ് ആൻഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളതാണ് ഈ ഒരു ചോദ്യത്തിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പം ഇതുപോലുള്ള വെറൈറ്റി ആയിട്ടുള്ള ചോദ്യങ്ങളും PSC ചോദിക്കുന്നുണ്ട്. അപ്പൊ നീതി ആയോഗ് എന്നുള്ളൊരു ടോപ്പിക്ക് കാണുമ്പോൾ നമ്മൾ ബേസിക് ആയിട്ട് എപ്പോഴും പഠിച്ചു വെക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലേ. നീതി ആയോഗ് ഫോം ചെയ്തത് എപ്പം, അതിന്റെ ചില ഹിസ്റ്ററീസ്, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട അപ്പോയിന്റ്മെന്റ്സും അങ്ങനെ ഉള്ള കാര്യങ്ങളാണ് നമ്മൾ പൊതുവെ പഠിച്ചു പോവുക. അതിനപ്പുറം നീതി ആയോഗുമായി ബന്ധപ്പെട്ട അതിന്റെ ഒബ്ജക്റ്റീവ്സും അതുപോലെ തന്നെ അത് പുറത്തിറക്കുന്ന പ്രധാനപ്പെട്ട ഇൻഡെക്സസ്, റിപ്പോർട്ടുകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ, അതിന്റെ പ്രധാനപ്പെട്ട ഇനീഷ്യേറ്റീവ്സ് ഒക്കെ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് തന്നെ പഠിച്ചു വെക്കുക. ആ ലെവലിലും ചോദ്യങ്ങൾ വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ നിങ്ങൾക്ക് ഗവൺമെന്റിന്റെ സൈറ്റ് ഒക്കെ ഉപയോഗിച്ചിട്ട് തന്നെ എന്ത് ചെയ്യുക, ഈ ഒരു സെക്ഷൻ ഒക്കെ നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഓക്കെ, അടുത്തൊരു ചോദ്യം നോക്കിയാലോ നമുക്ക്. അടുത്ത ചോദ്യം നോക്കിക്കേ. Which 5-year plan did the government introduce Insurance Regulatory Authority in India എന്നുള്ളതാണ്. അഗെയിൻ നമ്മുടെ പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്, 5-year പ്ലാന്റെ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻ. ഈ ഒരു ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ ബി, 9th 5-year പ്ലാൻ എന്നുള്ളതാണ് ഈ ഒരു ചോദ്യത്തിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പം ഇപ്പൊ തന്നെ കണ്ടില്ലേ, പഞ്ചവത്സര പദ്ധതി ഏതൊക്കെ ചോദിച്ചു, 9 ചോദിച്ചു, 11 ചോദിച്ചു, 12 ചോദിച്ചു. അപ്പം നിങ്ങൾ എന്താ മനസ്സിലാക്കണ്ടേ, നമ്മൾ ബേസിക്കലി പണ്ട് തൊട്ടേ പഠിച്ചു വരുന്ന 1ാം പഞ്ചവത്സര പദ്ധതി, 2ാം പഞ്ചവത്സര പദ്ധതി, 3 ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അതിന്റെ അപ്പുറത്തോട്ടേക്കുള്ള പഞ്ചവത്സര പദ്ധതികളെ പലരും സ്കിപ്പ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അങ്ങനെയല്ല, കൃത്യമായിട്ടും 1 തൊട്ട് 12 വരെയുള്ളത് വൃത്തിയിൽ തന്നെ പഠിച്ചു വെച്ചാൽ നല്ലതായിരിക്കും. അതിൽ തന്നെ ഫോക്കസ് കൊടുക്കേണ്ടതിന് നമ്മൾ കൃത്യമായിട്ട് ഫോക്കസ് കൊടുക്കണം. എങ്കിലും 12 എണ്ണവും നന്നായിട്ട് തന്നെ എന്ത് ചെയ്യുക, അറിഞ്ഞിരിക്കുക കേട്ടോ. അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അടുത്തത് നോക്കിക്കോളൂ. അടുത്തൊരു ഇമ്പോർട്ടന്റ് ചോദ്യമാണ്. പഞ്ചവത്സര പദ്ധതി പഠിക്കുമ്പോൾ പലരും വിട്ടുപോകുന്ന കാര്യങ്ങളാണ്. അതായത് ഇതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് പലരും അതായത് പഠിച്ചു പോകും. ആദ്യത്തെ 2-3 ഒബ്ജക്റ്റീവ്സ് ഓർമ്മയുണ്ടാവും, ബാക്കിയുള്ള ഒബ്ജക്റ്റീവ്സ് അത്ര ഓർമ്മയുണ്ടാവില്ല. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് നോക്കിക്കേ, ക്രോണോളജിക്കൽ ഓർഡറിൽ നമ്മുടെ പഞ്ചവത്സര പദ്ധതികളുടെ ഇത് എഴുതാനാണ് ഇവിടെ തന്നിരിക്കുന്നത്. ക്രോണോളജിയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം അസെൻഡിങ് ഓർഡറിൽ 5-year പ്ലാൻസിന്റെ ഒബ്ജക്റ്റീവ്സ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇൻക്ലൂസീവ് ഗ്രോത്ത്, റാപ്പിഡ് ഇൻഡസ്ട്രിയലൈസേഷൻ, അഗ്രികൾച്ചർ ഡെവലപ്മെന്റ്, പോവർട്ടി ഇറാഡിക്കേഷൻ, ഇങ്ങനെ കുറച്ച് 4 ഓപ്ഷൻസ് ആണ് തന്നിരിക്കുന്നത്. അപ്പൊ ഇതിൽ അസെൻഡിങ് ഓർഡറിൽ എഴുതാനാണ് തന്നിരിക്കുന്നത്. ഇതിന്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ആണ്. അതായത് ഓപ്ഷൻ ബി 3, അഗ്രികൾച്ചർ ഡെവലപ്മെന്റ്, റാപ്പിഡ് ഇൻഡസ്ട്രിയലൈസേഷൻ, പോവർട്ടി ഇറാഡിക്കേഷൻ ആൻഡ് ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്നുള്ളതാണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ആയിട്ട് വരുന്നത്. സോ ഇതും എന്ത് ചെയ്യുക, കൃത്യമായിട്ട് തന്നെ പഠിച്ചു വെക്കുക കേട്ടോ.
അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ടും ഓരോ പഞ്ചവത്സര പദ്ധതികളുടെയും ഒബ്ജക്റ്റീവ് അറിഞ്ഞിരിക്കണം, ആ പ്ലാൻ പീരീഡ് ഏതാണെന്ന് അറിഞ്ഞിരിക്കണം. അങ്ങനെ അറിഞ്ഞാൽ മാത്രമേ ഇതുപോലുള്ള ക്രോണോളജി പോലുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ നമ്മൾ ഏതൊക്കെ പറഞ്ഞു? മോണിറ്ററി പോളിസി പറഞ്ഞു, ഫിസിക്കൽ പോളിസി പറഞ്ഞു, പ്ലാനിങ്, നീതി ആയോഗ്, പ്ലാനിംഗ് കമ്മീഷൻ, 5 year പ്ലാൻസ്, ഇത്രയും ടോപ്പിക്സ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞു. ഇനി ഈ ഒരു സെക്ഷനിൽ അടുത്തതായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഏതെന്ന് പറയുന്നത് നാഷണൽ ഇൻകവും അതിൻ്റെ റിലേറ്റഡ് കോൺസെപ്റ്റുകളും എന്ന് പറയുന്നത്. നാഷണൽ ഇൻകം എന്ന് പറയുന്നത് പണ്ട് തൊട്ടേ PSC റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ഏരിയ തന്നെയാണ്. നാഷണൽ ഇൻകം എന്ന ടോപ്പിക്കിന്റെ പ്രത്യേകത വാസ്റ്റ് ആണ്, അത്യാവശ്യം നല്ല രീതിയിൽ പഠിക്കാനുണ്ട്. കൃത്യമായിട്ടും കോൺസെപ്റ്റുകൾ അറിഞ്ഞ് തന്നെ പഠിച്ച് തന്നെ എന്ത് ചെയ്യണം, നാഷണൽ ഇൻകത്തിനെ കൈകാര്യം ചെയ്യണം. സോ ഈ ഒരു ഏരിയയിൽ നിന്ന് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് നോക്കാം. GDP at factor cost is equal to dash എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ A ആണ്. GDP at market price minus net indirect taxes. നമുക്ക് നാഷണൽ ഇൻകം പഠിക്കുമ്പോൾ നാഷണൽ ഇൻകം എന്താണെന്നും GDP എന്ത്, GNP എന്ത് എന്നതിനൊക്കെ അപ്പുറം ഈ ഓരോ ടേംസും GDP, GNP, NNP അറ്റ് ഫാക്ടർ കോസ്റ്റ്, NDP അറ്റ് മാർക്കറ്റ് പ്രൈസ്, ഫാക്ടർ കോസ്റ്റ് തുടങ്ങിയ ടേംസുകൾ കൃത്യമായിട്ട് തന്നെ പരിചയപ്പെടണം. കൃത്യമായിട്ട് തന്നെ എന്ത് ചെയ്യണം, അത് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിച്ചു തന്നെ പോകണം. കാരണം ഈ ഒരു ഏരിയയിൽ നിന്ന് ചോദ്യങ്ങൾ കൃത്യമായിട്ട് വരുന്നതാണ്. സോ ആ ഏരിയ ഒന്നും മിസ് ചെയ്യാണ്ട് നിങ്ങൾക്ക് പഠിക്കാം. നിങ്ങൾക്ക് +1 എക്കണോമിക്സിന്റെ ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് ഈ ഒരു കോൺസെപ്റ്റ് ഒക്കെ കിടക്കുന്നുണ്ട്. +1 എക്കണോമിക്സിന്റെ ബുക്ക് എടുത്താൽ നിങ്ങൾക്ക് അത് കിട്ടുന്നതാണ്. സോ അതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കൃത്യമായിട്ട് റെഫർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ആ ഒരു ഏരിയയ്ക്ക് അങ്ങനെ തന്നെ എന്ത് ചെയ്യുക, വൃത്തിയിൽ തന്നെ നിങ്ങൾ പഠിച്ചു പോകാൻ വേണ്ടി ശ്രമിക്കുക. ഇനി ഈ ഒരു സെക്ഷനിൽ നിന്ന് വന്നിട്ടുള്ള അടുത്തൊരു ചോദ്യം നമുക്ക് നോക്കിയാലോ. Which of the following statements about sectorial contribution of GDP in India are correct എന്നുള്ളതാണ് ചോദ്യം. അതായത് സെക്ടോറിയൽ കോൺട്രിബ്യൂഷൻ ഓഫ് GDP-യുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായിട്ടുള്ള പ്രസ്താവന ഏത് എന്നുള്ളതാണ് ചോദ്യം. ഇതിന്റെ ആൻസർ ഓപ്ഷൻ C ആണ്. ഓൺലി 1 and 2, ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റും രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റുമാണ് ഇവിടെ ശരിയായിട്ടുള്ളത്. അപ്പം ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ എന്തുണ്ട്, ഈ രീതിയിലുള്ള ചോദ്യങ്ങളും ഏത് സെക്ടറിലാണ് കൂടുതൽ, GDP-യിൽ ഏത് സെക്ടറാണ് കൂടുതൽ കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നത് എന്ന രീതിയിലുള്ള ചോദ്യങ്ങളും ആവർത്തിച്ച് വരുന്നുണ്ട്. സോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നാഷണൽ ഇൻകം എന്ന ടോപ്പിക്കിനെ എങ്ങനെ പഠിക്കണം എന്ന്. എങ്ങനെയാണ് ഓരോ കോൺസെപ്റ്റുകളും കൃത്യമായിട്ട് തന്നെ അറിഞ്ഞു പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അടുത്തൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് GDP അറ്റ് ഫാക്ടർ കോസ്റ്റ് ഈസ് എന്നുള്ളതാണ് ചോദ്യം. ഇതിന്റെ ആൻസർ ഓപ്ഷൻ A ആണ്. GDP അറ്റ് മാർക്കറ്റ് പ്രൈസ് മൈനസ് നെറ്റ് ഇൻഡയറക്ട് ടാക്സസ്. ഇതാണ് ഞാൻ പറഞ്ഞത്. GDP അറ്റ് മാർക്കറ്റ് പ്രൈസ് എന്താണ്, GDP അറ്റ് ഫാക്ടർ കോസ്റ്റ് എന്താണ് നെറ്റ് ഇൻഡയറക്ട് ടാക്സ് എന്താണ്, നെറ്റ് ഇൻകം ഫ്രം എബ്രോഡ് തുടങ്ങിയ കോൺസെപ്റ്റ് തുടങ്ങിയ ടേംസുകൾ എന്ത് ചെയ്യുക, ടേംസുകൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇനി ഈ ഒരു സെക്ഷനിൽ വന്നിരിക്കുന്ന അടുത്തൊരു ചോദ്യം നോക്കിയാലോ. അടുത്തൊരു ചോദ്യം നോക്കിയാൽ കുറച്ച് വലിയ ക്വസ്റ്റ്യൻ ആണ്, കാണുമ്പോൾ കുറച്ച് വലിയ ക്വസ്റ്റ്യൻ ആയിട്ട് തോന്നും. നോക്കിക്കേ, അക്കോർഡിംഗ് ടു ദ സിസ്റ്റം ഓഫ് നാഷണൽ ഇൻകം അക്കൗണ്ടിങ് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കിക്കേ. ഗ്രോസ് നാഷണൽ ഇൻകം ഈക്വൽ ടു GDP പ്ലസ് പ്രൈമറി ഇൻകം റിസീവബിൾ ഫ്രം ദ റെസ്റ്റ് ഓഫ് ദി വേൾഡ് മൈനസ് പ്രൈമറി ഇൻകം പേയബിൾ ടു ദ റെസ്റ്റ് ഓഫ് ദി വേൾഡ്. ഇതൊക്കെ കാണുമ്പോൾ നമ്മളിത് പഠിക്കാത്തവർക്ക്, ഇത് കൃത്യമായിട്ട് അറിയില്ലാത്തവർക്ക് ഇത് കാണുമ്പോൾ തന്നെ ടെൻഷൻ അടിച്ച് നമ്മളത് സ്കിപ്പ് ചെയ്യും. പക്ഷെ കൃത്യമായും പഠിച്ചവർക്ക് ഇവിടെ 1 മാർക്ക് ഷോർട്ട് ആയിട്ട് കിട്ടുന്നതാണ്. ഇതിന്റെ ആൻസർ ഓപ്ഷൻ A ആണ്. ഓൾ ഓഫ് ദി അബവ് ആണ്. എല്ലാം ശരിയാണ് കേട്ടോ, എല്ലാ സ്റ്റേറ്റ്മെന്റ്സും ഇതിൽ ശരിയാണ്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളും കൃത്യമായിട്ട് പഠിച്ചു പോകണം. പഠിച്ചാൽ മാത്രമേ അവിടെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. എക്കണോമിക്സ് ഡിഫിക്കൽട്ട് ആവുന്നതല്ല. ശരിക്കും പറഞ്ഞാൽ നമ്മൾ എല്ലാവരും എക്കണോമിക്സ് ഭയങ്കര ഡിഫിക്കൽട്ടാന്ന് പറയാറുണ്ട്. ശരിക്കും നമ്മൾ എക്കണോമിക്സിന്റെ ഒരു പ്രത്യേകത എന്താണ്, കൃത്യമായും പഠിച്ചാൽ ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ടും നമുക്ക് മാർക്ക് കിട്ടണ ഒരു ഭാഗം തന്നെയാണ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. ഇതുപോലുള്ള വലിയ ടേംസ് കാണുമ്പോൾ നമ്മൾ പേടിച്ച് പലരും സ്കിപ്പ് ചെയ്യുമ്പോഴാണ് നമുക്ക് എക്കണോമിക്സ് ഡിഫിക്കൽട്ടായിട്ട് തോന്നുന്നത്. അപ്പം ഇതുപോലെ ഏരിയാസ് ഐഡന്റിഫൈ ചെയ്തിട്ട് കൃത്യമായിട്ട് പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, അവിടെ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അത് മാത്രമല്ല 5 മാർക്കാണ് അവിടെ വരുന്നത്. ഈ 5 മാർക്കിൽ നമുക്കിപ്പോൾ ഹിസ്റ്ററി പഠിക്കാനാണെങ്കിലും ജോഗ്രഫി പഠിക്കാനാണെങ്കിലും വളരെ വാസ്റ്റ് ആയിട്ടുള്ള സിലബസാണ് കിടക്കുന്നത്. പക്ഷേ ഇക്കണോമിക്സിലോട്ടേക്ക് വരുമ്പോൾ നമുക്ക് ഹിസ്റ്ററിയോ ജോഗ്രഫിയോ പഠിക്കുന്ന അത്രയും വാസ്റ്റുള്ള സിലബസ് അല്ല. പക്ഷെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. ആ കുറച്ച് കാര്യങ്ങൾ കുറച്ച് ഡെപ്തിൽ നന്നായി തന്നെ പഠിക്കുകയാണെങ്കിൽ ആ 5 മാർക്ക് 5ൽ 4 മാർക്ക് നമ്മുടെ കയ്യിലിരിക്കും. സോ അതൊന്ന് നിങ്ങൾ ഒന്ന് നോക്കുക. അതായത് കുറഞ്ഞ ടൈം എടുത്ത് നമുക്ക് കൂടുതൽ മാർക്ക് വാങ്ങാൻ പറ്റുന്ന പോർഷൻസിന് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ഓക്കെ, അടുത്ത ഈ ഒരു ഏരിയയിൽ നിന്ന് വന്നിരിക്കുന്ന അടുത്തൊരു ചോദ്യമാണ് GDP അറ്റ് ഫാക്ടർ കോസ്റ്റ് ഈസ് ഈക്വൽ ടു എന്നുള്ളതാണ് ചോദ്യം. ഇതിന്റെ ആൻസർ ഓപ്ഷൻ B ആണ്. NNP അറ്റ് മാർക്കറ്റ് പ്രൈസ് പ്ലസ് ഡിപ്രീസിയേഷൻ മൈനസ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് മൈനസ് നെറ്റ് ഇൻഡയറക്ട് ടാക്സ് എന്നുള്ളതാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പം ഈ ഒരു ഏരിയയിൽ നിന്നും വന്നിരിക്കുന്ന ചോദ്യങ്ങളൊക്കെ ഇത്രയും ചോദ്യങ്ങളാണ് ഈ ഒരു സെക്ഷനിൽ നിന്നും വന്നിട്ടുള്ളത്. അപ്പം GDP-യിൽ നിന്ന് വന്നിട്ടുള്ള അല്ലെങ്കിൽ നാഷണൽ ഇൻകം അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ കാണിച്ചത്. റിപ്പീറ്റഡ് ആയിട്ട് വന്ന ചോദ്യങ്ങളാണ് കാണിച്ചത്. സോ ആ ഒരു ഏരിയ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഇനി നമുക്ക് എന്ത് ചെയ്യാം,
അടുത്തൊരു സെക്ഷൻ നോക്കാം. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ്. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതൊരു ഹോട്ട് ടോപ്പിക്കാണ്. ഇതൊരു ഹോട്ട് ടോപ്പിക്കിന്റെ കാറ്റഗറിയിൽ നമുക്ക് പെടുത്താൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇത് ബോത്ത് ഇക്കണോമിക്സ് ആൻഡ് സിവിക്സിന്റെ ഭാഗത്തു നിന്നും ഇക്കണോമിക്സിന്റെ ഭാഗത്തു നിന്നും ചോദ്യങ്ങൾ വരുന്ന ഭാഗമാണ്. അതായത് ചിലപ്പോൾ ഇത് സിവിക്സിലായിരിക്കും ഇവിടുന്ന് ക്വസ്റ്റ്യൻ വരുന്നത്, ചിലപ്പോൾ ഇക്കണോമിക്സിലായിരിക്കും, ചിലപ്പോൾ ഇക്കണോമിക്സിലും വരാം, സിവിക്സിലും വരാം. അപ്പൊ ഇവിടെ നിന്ന് നിരവധി ചോദ്യങ്ങൾ വരുന്നുണ്ട്, ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അപ്പൊ എല്ലാ ചോദ്യങ്ങളും ഞാനിപ്പോൾ ഈ ഒരു സ്ലൈഡിൽ ഈ ഒരു വീഡിയോയിൽ ഞാൻ ആഡ് ചെയ്യുന്നില്ല. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് പറയുന്നത് നമുക്ക് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് നമ്മൾ എങ്ങനെ പഠിക്കുന്നു അത്രയും തന്നെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ഒരു ആക്ടാണ് കൊപ്ര അല്ലെങ്കിൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് പറയുന്നത്. കൃത്യമായിട്ടും പഠിച്ചു വെക്കണം. ഓരോ ക്ലോസും എടുത്ത് ബെയർ ആക്ട് എടുത്ത് നല്ല വൃത്തിയിൽ തന്നെ എന്ത് ചെയ്യുക, നല്ല വൃത്തിയിൽ തന്നെ അത് പഠിച്ചു പോകുക. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മറക്കരുത്. അവിടെ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്, ചോദ്യങ്ങൾ അത്രയധികം വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഫുൾ ക്വസ്റ്റ്യൻസ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല, ഒരു ക്വസ്റ്റ്യൻ മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. As per the Consumer Protection Act 2019, a product manufacturer shall be liable in a product liability action if എന്നുള്ളതാണ് ചോദ്യം. ഇതിന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഓൾ എന്നുള്ളതാണ്. അപ്പം ഈ ഒരു കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടുമായി ബന്ധപ്പെട്ടിട്ട് അതിന്റെ നിർവചനം തുടങ്ങി അതിന്റെ ഓരോ സെക്ഷൻസും ഓരോ ക്ലോസും ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ്. കാരണം ഇവിടെ നിന്ന് എങ്ങനെ വേണേലും ചോദ്യം വരാം. ഇക്കണോമിക്സിലോ സിവിക്സിലോ കയറി എങ്ങനെ വേണേലും ചോദ്യം വരുന്ന ഒരു സെക്ഷനാണ്. ഇനി നമുക്ക് നമ്മളൊരു ലിസ്റ്റാണ് പറയുന്നത് അല്ലെ, ഏതൊക്കെ ടോപ്പിക്സ് ആണ് ഇമ്പോർട്ടൻ്റ് ആയി പഠിക്കേണ്ടത് എന്ന ലിസ്റ്റാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഇനി ഈ ഒരു സെക്ഷനിൽ ഇക്കണോമിക്സിന്റെ സെക്ഷനിൽ ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ബജറ്റ് ആൻഡ് ഫിസ്ക്കൽ ഡെഫിസിറ്റ്. ബജറ്റിന്റെ സെഷനും അതുപോലെ തന്നെ ഫിസ്ക്കൽ ഡെഫിസിറ്റിന്റെ ഭാഗത്തു നിന്ന് നിരവധി ചോദ്യങ്ങൾ വരുന്നുണ്ട്. സോ ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഫിസ്ക്കൽ ഡെഫിസിറ്റ് റിഫേഴ്സ് ടു എന്നുള്ളൊരു ചോദ്യമാണ്. ഫിസ്ക്കൽ ഡെഫിസിറ്റ് റെഫേഴ്സ് ടു, ഇതിന്റെ ആൻസർ ടോട്ടൽ എക്സ്പെൻഡിച്ചർ മൈനസ് റവന്യൂ റെസിപ്റ്റ് പ്ലസ് നോൺ ഡെപ്റ്റ് ക്യാപിറ്റൽ റെസിപ്റ്റ് എന്നുള്ളതാണ് ഇവിടെ ചോദ്യം ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ ഈ ഫിസ്ക്കൽ ഡെഫിസിറ്റുമായി ബന്ധപ്പെട്ട് റിപ്പീറ്റഡ് ആയിട്ട് ചോദ്യങ്ങൾ വരുന്നുണ്ട്. ബജറ്റിന്റെ ഭാഗത്ത് നിന്ന് റിപ്പീറ്റഡ് ആയിട്ട് ചോദ്യങ്ങൾ വരുന്നുണ്ടെന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്ന ഈ ഒരു സെക്ഷനിൽ തന്നെ ചോദിച്ചിരിക്കുന്ന മറ്റൊരു ചോദ്യമാണ്, ആസ് പെർ ദ റിവൈസ്ഡ് എസ്റ്റിമേറ്റ്സ് ദ ഫിസ്ക്കൽ ഡെഫിസിറ്റ്. വീണ്ടും ഫിസ്ക്കൽ ഡെഫിസിറ്റിന്റെ ചോദ്യമാണ്. ഫിസ്ക്കൽ ഡെഫിസിറ്റ് ഓഫ് യൂണിയൻ ഗവൺമെന്റ് ഫോർ ദ ഫിനാൻഷ്യൽ ഇയർ 23-24 ഈസ് ഡാഷ് എന്നുള്ളതാണ്. ഇതിന്റെ ആൻസർ ഓപ്ഷൻ സി 5.8% ആണ്. അപ്പൊ നോക്കിക്കേ, ഫിസ്ക്കൽ ഡെഫിസിറ്റിൽ നിന്ന് വീണ്ടും വീണ്ടും ചോദ്യങ്ങൾ ആവർത്തിക്കുന്നു. കൃത്യമായിട്ട് പഠിച്ചു വെക്കേണ്ട ഒരു ഏരിയ ആണ് ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്നുള്ളത്. അത് കറണ്ട് അഫേഴ്സ് അപ്ഡേറ്റ് ചെയ്ത് തന്നെ എന്ത് ചെയ്യുക, പഠിച്ചു പോവുക കേട്ടോ. കറണ്ട് അഫേഴ്സ് അപ്ഡേറ്റ് ചെയ്ത് തന്നെ പഠിച്ചു പോവുക. ഇനി നമുക്ക് അടുത്തൊരു സെക്ഷൻ നോക്കിയാലോ. അടുത്തത് ടാക്സേഷൻ ആൻഡ് GST. ടാക്സ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട് എന്താണ് ഇൻഡയറക്റ്റ് ടാക്സ്, എന്താണ് ഡയറക്റ്റ് ടാക്സ്, എന്താണ് പ്രോഗ്രസീവ് ടാക്സ് തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. സോ ടാക്സിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ടും അറിഞ്ഞിരിക്കണം. ഇനി ഈ ടാക്സ് സിസ്റ്റത്തിൽ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ടാക്സ് ആണ് GST എന്ന് പറയുന്നത്. GSTയിൽ നിന്നും നിരവധി ചോദ്യങ്ങൾ വന്നു കാണുന്നുണ്ട്. സോ നമുക്ക് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ഇൻകറക്റ്റ് അബൌട്ട് GSTയുമായി ബന്ധപ്പെട്ടിട്ട് ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏത് എന്നാണ് ചോദ്യം. ഇതിന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഓൺലി 1 and 3. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റും മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റും ആണ് ഇവിടെ ഇൻകറക്റ്റ് ആയിട്ടുള്ളത്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിക്കേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ടാക്സസ് വിൽ ബി ലെവിഡ് ഓൺ ഇമ്പോർട്ട്സ് അണ്ടർ GST? അതിന്റെ ആൻസർ ഓപ്ഷൻ ബി IGST ആണ്. ഇന്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആണ്. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിയപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ടാക്സ് സിസ്റ്റത്തിന്റെ ഭാഗത്ത് നിന്ന് ചോദ്യങ്ങളുണ്ട്. അവിടെ തന്നെ ഫോക്കസ് കൊടുക്കേണ്ട ടാക്സ് ഏതാണ്? GST ആണ്. GSTക്ക് ഫോക്കസ് കൊടുത്തിട്ട് എന്ത് ചെയ്യുക, പഠിച്ചു പോവുക. പിന്നെ ഇൻഡയറക്റ്റ് ടാക്സ്, ഡയറക്റ്റ് ടാക്സ് തുടങ്ങിയ ക്ലാസിഫിക്കേഷൻ എന്താണെന്നും കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് ഫൈനലി ഈ ഒരു സെക്ഷനിൽ നമുക്ക് പറയാനുള്ളത് CA റിലേറ്റഡ്, അതായത് കറണ്ട് അഫേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഇക്കണോമിക്സുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ചോദിച്ചു തുടങ്ങുന്നുണ്ട്. ബജറ്റിന്റെ കാര്യത്തിൽ നമ്മൾ കറണ്ട് അഫേഴ്സ് അപ്ഡേറ്റ് ചെയ്യണമെന്ന് പറയുന്നത് പോലെ കറണ്ട് അഫേഴ്സ് റിലേറ്റഡ് ആയിട്ട് ഇക്കണോമിക്സിൽ അപ്ഡേറ്റ് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട സാധനമാണ് നൊബേൽ പ്രൈസ് ഫോർ ഇക്കണോമിക്സ്. ഇക്കണോമിക്സിന് കിട്ടിയ നൊബേൽ പ്രൈസുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. നോക്കിക്കേ, The Nobel Prize for Economics 2022 was awarded to 3 American economists for their research on. എന്തിനാണ് അവർക്ക് ആ ഒരു അവാർഡ് കിട്ടിയത്? 2022ലാണ്. 2022 അവാർഡ് കിട്ടിയത് എന്നുള്ളതാണ്. ഇതിന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഫോർ റിസർച്ച് ഓൺ ബാങ്ക്സ് ആൻഡ് ഫിനാൻഷ്യൽ ക്രൈസിസ് എന്നുള്ളതാണ്. അപ്പം 2022 നൊബേൽ പ്രൈസുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം വന്നു. അതുപോലെ തന്നെ അതിന്റെ പ്രീവിയസ് ഇയർ എടുത്ത് നോക്കിയപ്പോൾ നൊബേൽ പ്രൈസ് ഫോർ ഇക്കണോമിക്സ് ഇൻ 2020 നൊബേൽ പ്രൈസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യമുണ്ട്. ഇതിന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. ഇംപ്രൂവ്മെന്റ് ടു ഓപ്ഷൻ തിയറി ആൻഡ് ഇൻവെൻഷൻ ഓഫ് ന്യൂ ഓപ്ഷൻ ഫോർമാറ്റ്സ് എന്നുള്ളതാണ് ഇതിന്റെ ആൻസർ. അപ്പൊ നിങ്ങൾക്ക് ഇത് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഏതൊക്കെ ടോപ്പിക്കിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം എന്നുള്ളത്. അപ്പം ഇപ്പൊ നമ്മൾ ഈ 3 ഡിസ്കസ് ചെയ്തത് വെച്ചിട്ട് ഏതൊക്കെ ടോപ്പിക്കാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്?
നിങ്ങൾക്ക് നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് കണ്ടു, ഏതൊക്കെയാ ക്വസ്റ്റ്യൻസ്, എവിടെ നിന്ന് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നതെന്ന് കണ്ടു. നോക്കിക്കേ, നമ്മൾ ആദ്യം പഠിച്ചത് ഏതാ? മോണിറ്ററി പോളിസി, അതുപോലെ തന്നെ ഫിസ്ക്കൽ പോളിസി അല്ലേ, ഫിസ്ക്കൽ പോളിസി. പിന്നെ ഇന്ത്യൻ പ്ലാനിങ്ങിൽ തന്നെ നീതി ആയോഗ്, 5 ഇയർ പ്ലാൻ, പ്ലാനിംഗ് കമ്മീഷൻ തുടങ്ങിയ ഭാഗങ്ങൾ വരുന്നുണ്ട്. പിന്നെ ഏതാണ് പറഞ്ഞത്? കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് അല്ലേ, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പറഞ്ഞു. പിന്നെ നമ്മൾ ഏതാ പറഞ്ഞത്? കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്. പിന്നെ ടാക്സ് സിസ്റ്റം, അതിൽ തന്നെ GSTക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. പിന്നെ ഫിസ്ക്കൽ ഓക്കെ, ഫിസ്ക്കൽ ഡെഫിസിറ്റിന്റെ കാര്യം പറഞ്ഞു. പിന്നെ ബജറ്റിന്റെ കാര്യം പറഞ്ഞു. പിന്നെ CA റിലേറ്റഡ് ആയിട്ടുള്ള ഇത് പഠിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എക്കണോമിക്സിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ഇമ്പോർട്ടന്റ് ഏരിയാസ് എന്ന് പറയാനുള്ളത്. അപ്പൊ ഇപ്പൊ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഇമ്പോർട്ടന്റ് ഏരിയാസ് എല്ലാം കൃത്യമായിട്ട് പഠിക്കുന്നുണ്ടെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം. ഇതിന്റെ കൂടെ ഞാൻ ഇപ്പൊ നാഷണൽ ഇൻകം പറയാൻ വിട്ടുപോയി. നാഷണൽ ഇൻകം ഇമ്പോർട്ടന്റ് ഏരിയ തന്നെയാണ്. ഇനി ഇതിന്റെ കൂടെ കുറച്ച് കാര്യങ്ങളുണ്ട്, എക്കണോമിക്സുമായി ബന്ധപ്പെട്ടുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മുടെ സെക്ടേഴ്സ്, എക്കോണമിയിലെ സെക്ടേഴ്സ് ഏതൊക്കെയാണ്, 3 സെക്ടേഴ്സിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. പിന്നെ വിവിധ എക്കോണമികൾ, സോഷ്യലിസ്റ്റ് എക്കോണമി, ക്യാപിറ്റലിസ്റ്റ് എക്കോണമി, മിക്സ്ഡ് എക്കോണമി, ഈ എക്കോണമീസ് ഏതാണെന്ന് അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ സെക്ടേഴ്സ് കൃത്യമായിട്ട് പഠിക്കണം. പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ, ടെർഷ്യറി സെക്ടർ. പിന്നെ ടെർഷ്യറി സെക്ടറിന്റെ അണ്ടറിൽ വരുന്ന മറ്റ് ചെറിയ സെക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനും ഫാക്ടേഴ്സ് ഓഫ് പേയ്മെന്റും അറിഞ്ഞിരിക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഈ ഒരു സെക്ഷനിൽ അല്ലെങ്കിൽ ഇക്കണോമിക്സിന്റെ ഭാഗത്ത് ഫോക്കസ് കൊടുക്കേണ്ടത്. കൃത്യമായും തന്നെ ഏരിയാസ് ഐഡന്റിഫൈ ചെയ്ത് വൃത്തിയിൽ തന്നെ പഠിച്ചു പോവുക. 5 മാർക്കാണ് വെയിറ്റേജ് വരുന്നത്. 5 മാർക്കിൽ നിങ്ങൾ കൃത്യമായിട്ടാണ് പഠിക്കുന്നതെങ്കിൽ, കൃത്യമായിട്ടുള്ള ഏരിയ ആണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ 5 മാർക്കിൽ ഷോർട്ടായിട്ട് 4 മാർക്കും ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ എക്കണോമിക്സിന്റെ കാര്യത്തിൽ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ഈ ഒരു വീഡിയോ കണ്ടതോട് കൂടിയിട്ട് നിങ്ങൾക്ക് ഏകദേശം എക്കണോമിക്സിൽ എന്ത് പഠിക്കണം എന്നുള്ള ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഇത് SCRT ടെക്സ്റ്റ് ബുക്കുകളും അതുപോലെ +1 ടെക്സ്റ്റ് ബുക്കുകളൊക്കെ നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ ആ രീതിയിൽ നിങ്ങൾ റെഫറും കൂടി ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി നമുക്കിപ്പം പ്രിലിംസ്, അതായത് ഒരുപാട് ഡിഗ്രി ലെവൽ നോട്ടിഫിക്കേഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞു. നമുക്ക് അടുത്ത വർഷത്തോട്ടേക്ക് ഒരുപാട് എക്സാംസ് ഉണ്ട്. അപ്പൊ നമുക്ക് ഇതിനെല്ലാം കൂടി കോമൺ ആയിട്ട് ഒറ്റ പ്രിലിംസേ ഉള്ളൂ. അപ്പൊ നമ്മളൊന്ന് ആഞ്ഞു പിടിച്ചാൽ നമുക്ക് ഈ പ്രിലിംസ് എല്ലാം നമ്മുടെ കയ്യിലേക്കും, പ്രിലിംസ് എല്ലാം കിട്ടി നമുക്ക് മെയിൻസ് നല്ല അടിപൊളിയായിട്ട് എഴുതാൻ വേണ്ടി സാധിക്കും. അപ്പൊ പ്രിലിംസ് കടക്കണമെങ്കിൽ നമുക്ക് കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജിയോട് കൂടിയിട്ട് ഇതുപോലെ നമ്മൾ പ്രധാനപ്പെട്ട ടോപ്പിക്സ് ഒക്കെ ഐഡന്റിഫൈ ചെയ്ത് വൃത്തിയിൽ തന്നെ അറിഞ്ഞ് പഠിച്ചു പോകണം. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് വേണം നമ്മൾ പഠിച്ചു പോകാൻ വേണ്ടിയിട്ട്. മെയിൻസ് ഓറിയന്റഡ് ആയിട്ട് വേണം നമ്മുടെ പ്രിപ്പറേഷൻ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. സോ ഇതിനൊക്കെ വേണ്ടി നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ CC ഒരു പുതിയ ബാച്ച് ആരംഭിക്കുന്നുണ്ട്. ഈ ഒരു ബാച്ചിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഡെയിലി ടൈം ടേബിളും അതുപോലെ തന്നെ റിവിഷൻ ക്ലാസ്സസും അതുപോലെ തന്നെ ലൈവ് ക്ലാസ്സസും അതിന്റെ PDF നോട്ടുകളും വീക്ക്ലി എക്സാംസും പിന്നെ ഇടയ്ക്ക് സർപ്രൈസ് ടെസ്റ്റുകളും ഒക്കെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ ഒരു ബാച്ചിന്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മുകളിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ നിങ്ങൾ ആരെങ്കിലും ഈ ഒരു ബാച്ചിന്റെ ഭാഗം ആകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന ഈ നമ്പർ 8590202323 എന്ന ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസ് ഇനിയും കാണുന്നതിനായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്